മലയാലപ്പുഴയിൽ നിന്നുള്ള കാപ്പ കേസ് പ്രതിയടക്കം പാർട്ടിയിൽ ചേർന്ന സംഭവത്തിൽ തൊട്ടിടത്തെല്ലാം കൈപൊള്ളിയ അവസ്ഥയിലാണ് CPM. ക്യാപ്സ്യൂളുകൾക്ക് വീര്യം പോരെന്ന് തെളിയിക്കുന്നതായിരുന്നു നേതൃത്വത്തിന്റേതായി വന്ന പ്രതികരണങ്ങൾ. പാർട്ടിയിൽ ചേർന്ന യദുകൃഷ്ണനെ കള്ളക്കേസിൽ കുടുക്കിയെന്ന ന്യായീകരണം തള്ളുന്നതാണ് എക്സൈസ് റിപ്പോർട്ട്. യുവാവിന്റെ പക്കൽ നിന്നും 2 ഗ്രാം കഞ്ചാവ് ലഭിച്ചതായി റിപ്പോർട്ടിലുണ്ട്. അസീസ് എന്ന ഉദ്യോഗസ്ഥൻ സംഘത്തിലുണ്ടായിരുന്നു. എന്നാൽ കേസെടുത്തതും തുടർ നടപടികൾ സ്വീകരിച്ചതും സർക്കിൾ ഇൻസ്പെക്ടറാണെന്നും റിപ്പോർട്ട് പറയുന്നു. അതേസമയം യുവമോർച്ചയുമായി കൂട്ടിക്കെട്ടി CPM ഏരിയ സെക്രട്ടറി ഉയർത്തിക്കാട്ടിയ കള്ളക്കേസ് ആരോപണം എക്സൈസ് ജീവനക്കാർ തള്ളി. അതെനിക്ക് അറിഞ്ഞുകൂടാ കാര്യം. ഇதை സംബന്ധിച്ചോളം നമുക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് സർക്കാർ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയമില്ലല്ലോ. നല്ല ആൾക്കാരെ നമ്മൾ ഇഷ്ടപ്പെടും, അതെവിടെ ഉണ്ടെങ്കിലും. അത്രേ ഉള്ളൂ. RSS പറയാൻ എന്തെങ്കിലും അറിഞ്ഞുകൂടാ. പറയുമ്പോഴാണ് ഞാനും അറിയുന്നത്. ഇതിനിടെ ഏരിയ സെക്രട്ടറി ഉയർത്തിയ ആരോപണങ്ങൾ ഉള്ളടക്കമാക്കി യദുകൃഷ്ണൻ പോലീസിൽ പരാതി നൽകി. തിങ്കളാഴ്ച പിടിക്കപ്പെട്ട സംഭവത്തിൽ ഇന്നലെ CPM നേതൃത്വത്തിന്റെ പ്രതികരണം കൂടി പുറത്തുവന്ന ശേഷം മാത്രമാണ് പരാതി നൽകപ്പെട്ടതെന്നതാണ് ശ്രദ്ധേയം. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.